സുഹൃത്തുക്കളെ, കാട് പിടിച്ച് കിടക്കുന്ന ഈ വഴിയിലൂടെ ഞാൻ നടന്നു ചെല്ലുന്നത് ഒരു കാലത്ത് ആലപ്പുഴയുടെ പ്രൗഢിയും പഴമയും വിളിച്ചു പറയുന്ന ആലപ്പുഴ കടൽപ്പാലത്തിലേക്കാണ്. ആലപ്പുഴ സന്ദർശിക്കുന്ന മറ്റ് സംസ്ഥാനക്കാർക്കും മറ്റ് ജില്ലക്കാർക്കും എന്താണ് ഈ ഇരുമ്പ് തൂണുകൾ എന്നൊരു സംശയം തോന്നാം. ഒരു കാലത്ത് വളരെ പ്രതാപമുണ്ടായിരുന്ന തുറമുഖത്ത് ഇന്ന് ആകെയുള്ളത് ഈ ഇരുമ്പ് തൂണുകൾ മാത്രമാണ്. ആയിരത്തി 1762 തടിയിൽ നിർമ്മിച്ച ആദ്യ കടൽപ്പാലം ഇവിടെ ഉണ്ടായിരുന്നത്. കൂടാതെ അന്ന് ചരക്കുകൾ സൂക്ഷിക്കാൻ പാണ്ഡികശാലകളും മറ്റും ഇതിൻ്റെ പരിസരത്ത് നിർമ്മിച്ചിരുന്നു. ഇന്ന് അവയൊന്നും കാണാൻ സാധിക്കില്ല, എല്ലാം പൊളിച്ചു മാറ്റിയിരിക്കുന്നു. ആയിരത്തി 1786 മുതലാണ് ആദ്യ ചരക്ക് കപ്പൽ ആലപ്പുഴ തുറമുഖത്ത് എത്തിയതായി രേഖകളുള്ളത്. ആലപ്പുഴയെ കിഴക്കിൻ്റെ വെന്നീസ് എന്ന് വിളിക്കാൻ കാരണമായ മനുഷ്യനിർമ്മിത കനാലുകൾ വഴിയാണ് കോട്ടയത്ത് നിന്നുൾപ്പെടെയുള്ള ചരക്കുകൾ ആലപ്പുഴ തുറമുഖത്ത് എത്തിച്ചേർന്നിരുന്നത്. ആയിരത്തി 862 ഹൂക്ക് ക്രോഫോർഡ് എന്ന ബ്രിട്ടീഷുകാരനാണ് കാസ്റ്റ് അയണിലും തടികളിലുമായി ഈ കടൽപ്പാലം പുതുക്കി പണിയുന്നത്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ നിർമ്മിച്ച ഒന്നാണ് ആലപ്പുഴ ലൈറ്റ് ഹൗസും. അടിയുണ്ടായിരുന്ന കടൽപ്പാലം 1000 അടിയായി കടലിലേക്ക് അന്ന് നീട്ടുകയുണ്ടായി. അന്ന് ചരക്ക് നീക്കുന്നതിനായി ക്രെയിനും റെയിലുകളും എല്ലാം ഉപയോഗിച്ചിരുന്നു. പല പല അറേബ്യൻ രാജ്യങ്ങളുമായി ഈ തുറമുഖത്തിന് അന്ന് കച്ചവട ബന്ധമുണ്ടായിരുന്നു. ഏകദേശം 2500 തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ അവസാന ചരക്ക് കപ്പൽ ചരക്ക് കയറ്റി ഇറക്കാൻ വന്നത് 1979 രേഖകൾ പറയുന്നത്. തകർന്നുപോയ ഒരു പ്രതാപകാലത്തിൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് ഈ തൂണുകൾ മാത്രമാണ് ആകെയുള്ളത്. മലയാളത്തിലെ കുറച്ച് സിനിമകൾ ഇവിടെ ഈ പാലത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എത്ര നല്ലൊരു കാഴ്ചയും അനുഭവമാണ് നമുക്ക് നഷ്ടമായത് എന്ന്. ആയിരത്തി 1984 ഇറങ്ങിയ ഉണരൂ എന്ന സിനിമയിൽ എന്തായിരുന്നു ആലപ്പുഴ കടൽപ്പാലം എന്ന് നമുക്ക് വളരെ നല്ല രീതിയിൽ കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 1986 ഇറങ്ങിയ പൂവിന് പുതിയൊരു പൂന്തന്നൽ എന്ന സിനിമയിലും ഈ കടൽപ്പാലത്തിൻ്റെ മനോഹര ദൃശ്യങ്ങൾ കണ്ട് നമുക്ക് എത്ര മനോഹരമായിരുന്നു നമ്മുടെ കടൽപ്പാലം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആയിരത്തി 1988 ഇറങ്ങിയ പഞ്ചാബി ഹൗസിൽ സിനിമയിലും നമുക്കിതിൻ്റെ അവസാന ഭാഗം വരെയും കാണാൻ സാധിക്കും.
ഇതുകൂടാതെ ഇതിൻ്റെ നാശത്തിന് മുമ്പ് 2001 ഇറങ്ങിയ ഷാർജ ടു ഷാർജ എന്ന സിനിമയിലും വളരെ നല്ല രീതിയിൽ തന്നെ ഈ പാലത്തിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 3 സിനിമകളിലും ആലപ്പുഴ കടൽപ്പാലത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു കഴിയുമ്പം എത്രത്തോളം സൗന്ദര്യമുള്ളൊരു പാലമാണ് നമുക്ക് നഷ്ടമായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ തലമുറയിലുള്ളവർ പലരും ഈ സിനിമയും ഈ സിനിമയിലൂടെ ഈ പാലങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ആലപ്പുഴ കടൽപ്പാലമാണെന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. 2004 സുനാമിയുടെ വരവോടുകൂടിയാണ് ഈ പാലം പൂർണ്ണമായും നശിച്ചു പോയത്. എൻ്റെ ചെറുപ്പത്തിൽ ഷാർജ ടു ഷാർജയിൽ കാണുന്ന ഈ അടഞ്ഞ ഗേറ്റ് വരെ എന്നെയും എടുത്തുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും പോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾ കൂടെ കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് ഈ നിൽക്കുന്ന തൂണുകൾ കൂടെ കാണാനാകുമോ എന്നറിയില്ല. ഒരു സമ്പന്നകാലത്തെ ചരിത്രവും യശസ്സും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്ന് ബാക്കിയായ ഈ തൂണുകൾ ഇവിടെ നിലനിൽക്കുന്നു. ഇനി എത്ര കാലം ഇതുണ്ടാകുമെന്നറിയില്ല. കുറച്ച് നാൾക്ക് മുമ്പ് വരെ ആലപ്പുഴ പൈതൃക പദ്ധതിയിൽപ്പെടുത്തി ഇതിനടുത്ത് തന്നെ പുതിയ പാലം വരുന്നു എന്ന് കേട്ടിരുന്നു. എന്തായാലും അങ്ങനൊരു പാലം ഇവിടെ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒപ്പം എനിക്കും പുതിയ തലമുറയ്ക്കും നഷ്ടമായ ഈ സൗന്ദര്യം തിരികെ കിട്ടണമെന്നും ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളിൽ വിട്ടുപോയതോ അല്ലെങ്കിൽ എനിക്കറിയാത്തതോ ആയ കാര്യങ്ങളുണ്ടെങ്കിൽ അതറിയുന്നവർ കമൻറ്റ് ചെയ്യണേ.